ഇടുക്കിയിലേക്ക് നമുക്ക് വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യാം. നമ്മൾ ആദ്യം കാണേണ്ട സ്ഥലം നാടുകാണി വ്യൂ പോയിന്റ്. തൊടുപുഴയിൽ നിന്ന് ചുരമൊക്കെ കയറി വരുമ്പോൾ കാണുന്ന ഫസ്റ്റ് സ്ഥലമാണിത്. ചുറ്റിലും മലകളും താഴ്വാരവും പിന്നെ അവിടെ കൂടെ ഈ ഇറങ്ങി വരുന്ന കോടയും ഇതെല്ലാം കാണാനൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. 25 രൂപ എൻട്രി ഫീസ് കൊടുത്തുവേണം നമുക്ക് ഇവിടെ കയറാൻ. അത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് സ്പോട്ട് എത്തുന്നത് ഹിൽ വ്യൂ പാർക്കാണ്. ഇടുക്കി ഡാമിന്റെയും ചെറുതോണി ഡാമിന്റെയും ഒരു ദൂര കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇതിനിടയ്ക്ക് വിട്ടുപോയൊരു ഭാഗം എന്ന് പറയുന്നത് ഇടുക്കി ഡാമും ചെറുതോണി ഡാമും നമുക്ക് നടന്നു പോയി കാണാനും അതല്ലെങ്കിൽ ബഗ്ഗിക്കാറിൽ പോയി കാണാനുമുള്ള സൗകര്യമുണ്ട്. സെക്യൂരിറ്റി ഫീച്ചേഴ്സ് കാരണം ക്യാമറ അതിൻ്റെ 7 അയലക്കത്തേക്ക് അടുപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പണ്ട് കണ്ട ഹിൽ വ്യൂ പാർക്ക് അല്ല ഇത്. ഒരുപാട് മാറ്റങ്ങൾ ഈ ഹിൽ വ്യൂ പാർക്കിന് സംഭവിച്ചിട്ടുണ്ട്. അതായത് കാണാൻ നല്ല ഭംഗിയാണ്, പിന്നെ കുറേ അഡ്വഞ്ചർ റൈഡ്സ് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ ധൈര്യമുള്ള 2 പേര് ചാടിക്കേറി ഒരു അഡ്വഞ്ചർ ആക്ടിവിറ്റിയിലേക്ക്. എനിക്ക് പിന്നെ ധൈര്യം കൂടുതലായിട്ട് ഞാൻ ആ ഭാഗം ചിന്തിച്ചതേയില്ല. ഈ ഒരു ഡാമിലെ വ്യൂവും ഇവിടെ നിന്ന് വരുന്ന കാറ്റുമാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി. അങ്ങനെ ഇടുക്കി ആർച്ച് ഡാമും പിന്നിട്ട് നമ്മൾ അടുത്തതായി ചെല്ലുന്നത് കാൽവരി മൗണ്ടിലേക്കാണ്. ഇവിടെ ജീപ്പ് ട്രിപ്പ് അടിക്കുന്നുണ്ട്. ആൻഡ് നടന്നു കയറാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾ ജീപ്പാണ് വിളിച്ചത്. 1 സൈഡ് ട്രിപ്പ് അടിക്കുന്നതിന് 200 രൂപയാണ് റേറ്റ്. ഇവിടെയും നമുക്ക് എൻട്രി ഫീസ് കൊടുക്കണം. ദാറ്റ് 25 രൂപ. പണ്ട് ഞാൻ കണ്ട കാൽവരി മൗണ്ടല്ല ഇപ്പോൾ അവിടെ കാണുന്നത്. ആൻഡ് കുറച്ചുകൂടി സുന്ദരിയായി, കാണാൻ നല്ല ഭംഗിയുണ്ട്. എല്ലാ ഭാഗവും നല്ല വൃത്തിയായിട്ട് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നാൽ ഇടുക്കി ഡാമിൻ്റെ വിശാലമായ കാഴ്ചയും അതിലെ ചെറുദ്വീപുകളും കുന്നുകളും നമുക്ക് കാണാൻ പറ്റും. ക്ലൈമറ്റ് നല്ല അടിപൊളിയാണെങ്കിൽ നല്ല കോടയും തണുപ്പും ഒക്കെ നിങ്ങൾക്ക് കിട്ടും. സോ ഉച്ചയോടുകൂടി നമ്മൾ കാൽവരി മൗണ്ട് ഫിനിഷ് ചെയ്ത് ഫുഡ് കഴിച്ച് നമ്മൾ നേരെ പോകുന്നത് ഇനി രാമക്കൽ മേട് കാണാനാണ്. ആ പാറയുടെ മുകളിൽ ആൾക്കാർ നിൽക്കുന്ന കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സ് പറഞ്ഞു ഞാൻ ആ ഭാഗത്തേക്ക് അടുക്കുന്നതേ ഇല്ല. സമയം കളയാതെ നമുക്ക് കുറുവനും കുർത്തിയും പ്രതിമ കാണാനായിട്ട് പോകാം. 25 രൂപ എൻട്രി ഫീസ് എടുത്ത് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ ഒരു പ്രതിമയുടെ ചോട്ടിലേക്കാണ്. അല്ല, ഈ രാമക്കൽ മേടിന് ഇത് എന്ത് പറ്റി? നല്ല വീശിയടിക്കുന്ന കാറ്റുള്ള രാമക്കൽ മേടിൽ ഒരു പുൽനാമ്പ് പോലും അനങ്ങുന്നില്ല. മുമ്പ് പറഞ്ഞ പോലെ ഇവിടെയും ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഈ കാണുന്ന മലമുഴക്കി വേഴാമ്പലിൻ്റെ ഒരു രൂപം. ഈ മലമുഴക്കി വേഴാമ്പലിൻ്റെ മുകളിൽ കയറി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ആ താഴ്ഭാഗത്തെ കമ്പം ഏരിയയൊക്കെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇവിടെ വന്നിട്ട് എനിക്ക് വല്ലാതെ മിസ് ചെയ്യുന്നത് ഇവിടുത്തെ കാറ്റ് തന്നെയാണ്. പടി ഇറങ്ങി ഞങ്ങൾ നേരെ താഴെ ചെന്നപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാവരും പറഞ്ഞു ഒറ്റ സ്വരത്തിൽ നമുക്ക് ആ പാറയുടെ മുകളിൽ കയറണം. ഇത് ഏട്ടൻ്റെ ബോധം പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ, എനിക്ക് വയ്യ ഈ മുകളിലോട്ട് വലിഞ്ഞു കയറാനായിട്ട്. പക്ഷേ ഞാൻ പറയട്ടെ, ഈ വൺ ഡേ ട്രിപ്പിൽ ഏറ്റവും രസകരമായിട്ടുള്ള പാർട്ട് ഇത് തന്നെയായിരുന്നു. ഇങ്ങനെ വലിഞ്ഞ് ഈ പാറയുടെ മുകളിൽ കയറി ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ. ഈ പാറയുടെ മുകളിലേക്ക് വലിഞ്ഞു കയറുന്ന സംഭവം എന്ന് പറയുന്നത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇതിൻ്റെ മുകളിൽ വന്ന് നിന്ന് കാണുന്ന കാഴ്ചയാണ് കാഴ്ച. ആൻഡ് ഈ വീഡിയോയിൽ അതിൻ്റെ 1% പോലും നിങ്ങൾക്ക് മനസ്സിലാകില്ല. ഇത് ഇവിടെ വന്ന് മാത്രം അനുഭവിക്കേണ്ട ഒരു സംഭവമാണ്. ഇവിടെ അത്യാവശ്യത്തിൽ സേഫ്റ്റിയും കൂടെ മെച്ചപ്പെടുത്തിയാൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം ഒരുപാട് കുഞ്ഞു കുട്ടികളാണ് ഇവിടെ എല്ലാം വന്ന് വിസിറ്റ് ചെയ്യുന്നത്. അങ്ങനെ വൺ ഡേ ട്രിപ്പ് ശുഭകരമായി അവസാനിച്ചിരിക്കുന്നു.